ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ബിസോൾസ് അനദർ യൂട്യൂബ് വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്യാൻവ ആയിരുന്നു പറഞ്ഞത്. ക്യാൻവ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ക്യാൻവയിൽ എങ്ങനെ ഗ്രാഫിക് ഡിസൈൻസ് ചെയ്യാം, ക്യാൻവയിൽ എങ്ങനെ റെസ്യൂമേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, ഇതൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇൻ ദിസ് വീഡിയോ നമ്മൾ ഫോട്ടോഷോപ്പാണ് നോക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫ്രീ മാസ്റ്റർ കോഴ്സ് നമ്മൾ തരാൻ പോവാണ്. സോ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ, AI ടൂൾസ് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ മറക്കാതെ നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ലാപ്ടോപ്പ് ഓൺ ആക്കുക. അതിനുശേഷം ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ദെൻ ഇവിടെ കണ്ടില്ലേ ന്യൂ ഫയൽ എന്നുള്ള ഓപ്ഷൻ. ന്യൂ ഫയലിൽ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആർട്ട് ബോർഡ് അതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പിക്സലാണോ, സെൻറ്റിമീറ്റർ ആണോ, മില്ലിമീറ്റർ ആണോ, അതൊക്കെ സെറ്റ് ചെയ്യുക. അതായത് നമ്മളൊരു പോസ്റ്ററാണ് അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യാനൊക്കെയാണെങ്കിൽ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ ഒക്കെ വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യാം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് നമുക്ക് ഇതേപോലെ ലാപ്ടോപ്പിൽ, ഫോണിലൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് പിക്സലിൽ ഇത് 1050 എന്ന് പറയുന്നത് 1:1 റേഷ്യോ ആണ്. അതേപോലെ തന്നെ 1050, 1920 എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പാണ്. അപ്പോൾ അങ്ങനെ 1050 എടുത്തിട്ടുണ്ട്. പിന്നെ RGB കളർ, CMYK കളർ നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ, അതായത് ഫോണിലും ലാപ്ടോപ്പിലും ഷെയറിങ്ങിനൊക്കെ ആണ് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ RGB കളറാണ് യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടി കളർഫുൾ ആയിരിക്കും. അതേപോലെ CMYK എന്ന് പറയുന്നത് നമ്മൾ പ്രിൻറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യേണ്ടത് CMYK ആണ്. ഓക്കെ, സോ അത് എടുത്തതിന് ശേഷം ക്രിയേറ്റ് കൊടുക്കുക. ദെൻ ഈ ഒരു ആർട്ട് ബോർഡിലേക്ക് വരും. ഇങ്ങനെയായിരിക്കും അതിനുശേഷം വരിക. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി ലെയേഴ്സ്. ഈ ഓരോ ലെയേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടില്ലേ പ്ലസ് ഐക്കണിൽ ആഡ് ലെയേഴ്സ് കൊടുക്കുക. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ്. അതേപോലെ ഗ്രൂപ്പ് ആകണമെങ്കിൽ രണ്ടെണ്ണം സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ ലോക്ക് വീണതിന് നമുക്കിത് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അതായത് ഈ ഒരു സംഭവം മൂവ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ലോക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ടും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രൂപ്പ് ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൺട്രോൾ വെച്ചത് മൗസിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ഗ്രൂപ്പ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ. ദെൻ ഇതിൻ്റെ ഒപ്പാസിറ്റി അതൊക്കെ അതിലേക്ക് നമുക്ക് കിടക്കാം. പിന്നെ ഇതാണ് മൂവ് ടൂൾ. ഞാനിപ്പോൾ പിടിച്ച് നീക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മൂവ് ടൂള്. പിന്നെ അതേപോലെ തന്നെ ക്വിക്ക് സെലക്ഷൻ ടൂള്, നമുക്ക് എന്തെങ്കിലും സെലക്ട് ചെയ്യാനും ഒബ്ജക്റ്റീവ് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ഇത് ക്രോപ്പ് ചെയ്യാൻ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്രോപ്പിംഗ് ടൂള്. പിന്നെ പെൻ ടൂള്, ടെക്സ്റ്റ് ടൂള്, അതേപോലെ തന്നെ റെക്റ്റാങ്കുലർ ടൂള്, എലിപ്സ് ടൂള്, ഇതൊക്കെ നമുക്ക് ഓരോ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റും പിന്നെ ഇത് ഗ്രേഡിയൻ ടൂൾ, അതായത് നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആരും ലോക്ക് ചെയ്തിടാം. അതിനുശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് കളറിലേക്ക് ലെയർ ഈസ് ലോക്ക്ഡ്. ഓക്കെ, ലെയർ ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും രണ്ട് കളർ കൊടുക്കണമെങ്കിൽ രണ്ട് കളറൊക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗ്രേഡിയൻ കളർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഓണത്തിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഓറഞ്ച്, ആ ഒരു തീമിലേക്ക് ആയിരിക്കുമല്ലോ വരിക, ഓറഞ്ച് പ്ലസ് മഞ്ഞ. അപ്പോൾ രണ്ടെണ്ണം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വൈറ്റ് ഇരുന്നോട്ടെ, അതിന് നമുക്ക് ഈ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രേഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിനാണ് ഗ്രേഡിയൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ അതിന് ഒപ്പാസിറ്റി കുറയും, നമുക്ക് ആവശ്യത്തിനാണോ അതിനനുസരിച്ച് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വേണ്ട. കൺട്രോൾ സെറ്റ് അടിക്കുകയാണ് പ്രീവിയസിലേക്ക് പോകുന്നതാണ് കൺട്രോൾ സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം. അതിന് എന്തെങ്കിലും ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡിസൈൻ ആദ്യം റെഫറൻസ് എടുക്കണം. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ടുള്ള ഓരോ ടൂളുകളും ഞാൻ പറഞ്ഞു. ഇനി സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാം. ഇത് മൂവിനാണ്, ഇത് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്താണ് ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കാൻ വേണ്ടി പെൻ ടൂൾ വരയ്ക്കാൻ. അതിപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പറയും ടെക്സ്റ്റ് ടൂളും, അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പറയും കളർ പിക്കർ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, റെഫറൻസ് എടുക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്,
എന്താണ് നമ്മൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു റെഫറൻസ് കിട്ടുക. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹയറിംഗ് ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹയറിംഗ് ഹയറിങ്ങിൻ്റെ പോസ്റ്റാണ് വേണ്ടത്. സോ ടൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇഷ്ടംപോലെ ഇത് വന്നില്ലേ, ഇതിൽ ഇതേപോലെ നമുക്ക് റെഫറൻസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, അതേപോലെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ ഈ ഒരു രീതിയിൽ ഈ ഒരു തീമിൽ എനിക്ക് ഇതേപോലെ അല്ല, പക്ഷേ എന്നാൽ ഇതിലുള്ള രീതിയിൽ എന്താ വി ആർ ഹയറിങ് ഈ ഒരു കണ്ടന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം, നമുക്ക് ഒരു നീല ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗ്രേഡിയൻറ്റിൽ തന്നെ എടുക്കാം. നമുക്ക് ഗ്രേഡിയൻ്റ് അല്ലാണ്ട് യൂസ് ചെയ്യാം. അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും, റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്തിട്ട് അവിടെയാണ് ഞാൻ വരച്ചൊന്ന് വിചാരിക്കുക, കളർ കൊടുക്കണം. സോ ബ്ലാക്ക് കളറാണുള്ളത്, ഇപ്പോൾ ബ്ലൂ ആക്കി കഴിഞ്ഞാൽ ബ്ലൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂ ആക്കാം. ഡാർക്ക് ബ്ലൂ ആക്കാൻ വേണ്ടി ഒന്ന് കളർ നിൽക്കുക. ഈ ഒരു ബ്ലൂ. ഓക്കെ, ഇനി എനിക്ക് ജസ്റ്റ് ഒരു ബോർഡർ പോലെ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ അതിനെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പെൻ ടൂൾ യൂസ് ചെയ്യാം. പെൻ ടൂൾ ഓരോന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അറിയോ, പുതിയ ലെയേഴ്സ് ആഡ് ചെയ്യണം. ഇൻ കേസ് അത് റിമൂവ് ചെയ്തിട്ട് അതായത് ഈസിയാണ്, ജസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, പെൻ ടൂളിൽ നമ്മൾ സംഭവം വരയ്ക്കാൻ പോകും. സോ ഇതേപോലെ ഒരു സംഭവം വരച്ച് നമ്മൾ ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. നെക്സ്റ്റ് ഒരു ലെയറും കൂടി ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു ഇമേജ് വേണം. ഇത് വൈറ്റ് കളറിലേക്കാണ്, ഇതൊരു രസമല്ല, ബ്ലാക്കിലൊരു രസമല്ല. സോ അതിൽ വന്നതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഈ മഞ്ഞ നോക്കണം. ഓക്കെ, നമുക്ക് ലൈറ്റ് ബ്ലൂ കൊടുക്കാം. ഇങ്ങനെയൊന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ തീമുകളൊക്കെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് എടുത്തു തോന്നും. ഇനി നമുക്ക് എന്താണ്, ഒരു ഇമേജ് വേണം. നമ്മൾ ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം, ഫ്രീ പിക്ക്, പെക്സൽ, അതുപോലുള്ള ഫ്രീ ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളുണ്ട്. ഞാൻ ഫ്രീ പിക്കിലാണ് കൂടുതൽ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഫ്രീ പിക്ക് എടുക്കുക, സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. പ്രൊഫഷണൽ വിത്ത് ലാപ്ടോപ്പ്. അപ്പോൾ അതൊരു ഇഷ്ടം പോലെ ഇമേജസ് ഉണ്ടാവും. പ്രീമിയം അല്ലാതെ ഫ്രീ ആയിട്ടുള്ളതുണ്ടാവും. അതിൽ നമുക്ക് ഏതാ ഫ്രീ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാതെ വേണ്ട വിഷയം. ഓക്കെ, ഹോം കൊള്ളാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം. ഓക്കെ, ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, സ്മോൾ ലാർജ് എന്നൊക്കെ. ഒറിജിനൽ ഇവിടെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, പക്ഷേ അതിൽ ലിമിറ്റ് ഉണ്ടാവും. കാണിച്ചത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് കൊടുത്തു. അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 1-2 ഇമേജസ് ഫ്രീ ആയി കിട്ടും. അതിനുശേഷം കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുള്ള ഇമേജസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രീമിയം പർച്ചേസ് ചെയ്യണം. ഓക്കെ, ഡൗൺലോഡ് പേജ് വേണ്ടിയില്ലേ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ആ PNG ഫയൽ ഡൗൺലോഡ് ആയിരുന്നു. ഓക്കെ, ഇനി ഇത് അതിൽ കൊണ്ടുവരണം. സോ വീണ്ടും ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കുക, ഫയൽ ന്യൂ ലെയർ ആദ്യം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫയലിൽ പോവുക, ഇമ്പോർട്ട് എന്നുള്ളതുണ്ട്. അതേപോലെ തന്നെ പ്ലേസ് എംബഡ് എന്നുള്ളൂ. പ്ലേസ് എംബഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഫയൽസിലുള്ള ഇമേജസ് കാണിക്കും. സോ അതിൽ ഇപ്പോൾ എടുത്ത ഇമേജ് കൊണ്ടുവരിക. ഓക്കെ, അതിൻ്റെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, ആ ഒരു ഇമേജിനെ സൈസ് ചെയ്യുക. എന്നിട്ട് ഇത് കറക്റ്റ് കൊണ്ടെന്ന് വെച്ച് പോലൊരു ഫീലില്ലേ, അതിനെന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിലേക്ക് വേണം അല്ലേ. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിന് താഴെ കൊണ്ടിടുക. ഇപ്പോൾ ഓക്കെ അല്ലേ, അത്ര കുറച്ചുകൂടി താഴേക്ക് പോയി കഴിഞ്ഞാൽ
ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹയറിംഗ്, ഇതിന് ബ്ലൂവിന് പകരം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വൈറ്റ് ആയിരിക്കും നല്ലത്. സോ വൈറ്റ് കളർ തന്നെ ആക്കി വെക്കാം. ഓക്കെ, ഇനി ഇതിന് വേണമെങ്കിൽ നമുക്ക് ബ്ലൂ കൊടുക്കാം. കളർ മാറ്റാൻ വേണ്ടിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇത്രയാണ്. ഓക്കെ, ഇനി ഇത് ഞാൻ എന്തിനാ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാനായി കൊടുക്കാൻ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി ഹയറിംഗ് അല്ലേ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ്, ഇതെന്തിനാ ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ആദ്യം ലെയർ സെലക്ട് ചെയ്തില്ല. അപ്പോൾ ആദ്യം ലെയർ ക്രിയേറ്റ് ചെയ്യണം ഫസ്റ്റ്. ഇനിയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഈ എപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഫോട്ടോഷോപ്പിൽ ഇതേപോലെ ലോറം ഇസ്പം എന്നുള്ള രീതിയിലായിരിക്കും ടെക്സ്റ്റ് വരിക. ഓക്കെ, ഇനി അത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, മൂവ് ടൂൾ പോയതിനു ശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹയറിംഗ് എന്നുള്ളതാണ് വേണ്ടത്. എന്നിട്ട് ടൈപ്പ് ചെയ്തു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഓക്കെ, ഇനി ഇതിൻ്റെ സൈസ് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം Ctrl+T അടിച്ച് ചെയ്യുമ്പോൾ നമുക്കത് സെലക്ട് ആയി വരും. അതിനനുസരിച്ച് എത്ര വേണമെങ്കിലും നമുക്ക് ചെറുതാക്കി കൊടുക്കാം. ഓക്കെ, ഇത് അങ്ങനെ കൂട്ടുന്നതിന് പകരം നമുക്ക് ഇവിടെ വേണമെങ്കിലും എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ടെക്സ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അതിപ്പോൾ എന്തിൻ്റെ ആണെങ്കിലും നമ്മൾ ഓരോ ലെയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ലെയറിനെ കുറിച്ചുള്ള ആ ലെയറിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ അവിടെ വരും. ടെക്സ്റ്റിൻ്റെ ആണെങ്കിൽ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഫോണ്ട് മാറുന്നെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫോണ്ട് മാറ്റം വരും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഫോണ്ട് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. ജസ്റ്റ് സാമ്പിൾ ഈ ഒരു ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഒന്ന് ക്ലീൻ ആക്കാം. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഇത് രണ്ടും വേറെ വേറെ വേർഡാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതിന് ശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പാരഗ്രാഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ, അത് എടുക്കുന്ന സമയത്ത് അതൊരു സെൻട്രൽ അലൈനായിട്ട് വരും. ഓക്കെ, ഹയറിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഇനി അതെന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി ഒന്ന് വലുതാക്കാം. Ctrl+T. ഓക്കെ, ഇനി സെലക്ട് ചെയ്തതിന് ശേഷം എവിടെയാണ് വേണ്ടത് അവിടെ കൊണ്ട് നിൽക്കുക. ഇനി നമുക്ക് എന്ത് വേണം, ഒരു ജസ്റ്റ് ഞാൻ എക്സാമ്പിൾസ് കാണിച്ചിരുന്നു. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വൃത്തിയാക്കുക. ഇനി ഹയറിംഗ് എന്നുള്ളൊരു ടെക്സ്റ്റ് കൂടി വേണം. അതിന് പിന്നെയും ഒരു ലെയർ കൂടി ആഡ് ചെയ്യുക. ടെക്സ്റ്റ് കൊടുക്കുക, ഹയറിംഗ്. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യുക, കുറച്ച് വലുതാക്കുക. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഒന്ന് വലിപ്പം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിൽക്കുക. എനിക്ക് തോന്നുന്നു ഈ ഫോണ്ട് കുറച്ച് അത്ര നല്ല ഫോണ്ടല്ല, അപ്പോൾ ഫോണ്ട് മാറ്റാം. ഫോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനെടുത്ത് വേണം ചെയ്യാൻ. ജസ്റ്റ് എക്സാമ്പിൾസ് കാണിക്കുന്നതുകൊണ്ട് മാത്രം ആണ് ഇതിലൊക്കെ ചെയ്യുന്നത്. നമുക്ക് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയതുകൊണ്ട് പ്രൊഫഷണൽ ടെക്സ്റ്റും ഫോൺസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി ഒരു കാര്യം നമുക്ക് ഈ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഹയറിംഗ് എന്നുള്ളതിന് അതിനിപ്പോൾ ബ്ലൂ അല്ല, നമ്മൾ താഴെ കൊടുത്ത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമോ, ഈ ഓട്ടോമാറ്റിക് ആ ഒരു കളർ തന്നെ വേണമെങ്കിൽ ജസ്റ്റ് ആ താഴത്തെ ഏതാണ് കളർ അല്ലെങ്കിൽ ഇവിടെ ഏതാണ് കളർ ആ കളറിലേക്ക് കൊണ്ടുവച്ചാൽ മതി. ഓക്കെ, ഹയറിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. സോ ഇനി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് നമുക്ക് എന്താ പറയുക, ഒരു വൈറ്റ് ബോർഡർ, നീല ബോർഡർ കൊടുക്കുക. അതിന് റെക്റ്റാങ്കിൾ എടുത്തതിന് ശേഷം ന്യൂ ലെയർ ആഡ് ചെയ്യണം. ഓരോ കാര്യങ്ങളും ഇതാക്കുന്ന സമയത്ത് ന്യൂ ലെയർ ആഡ് ചെയ്യുക.
ഹയറിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. സോ കളറ് അവർ ബ്ലൂവിലേക്ക് ആയിക്കോട്ടെ. അതിനുശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നിടുക. ഓക്കെ, ഇപ്പോൾ എന്തായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മുകളിലേക്ക് എന്ത്, ഇനി അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് കളർ ചേഞ്ച് ചെയ്യാം. നമുക്ക് വൈറ്റിലേക്ക് കൊടുക്കാം. ഓക്കെ, കൺട്രോൾ ടി. കറക്റ്റ് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, ഹയറിംഗ് ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ളതായി എക്സിക്യൂട്ടീവായി. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ ലോഗോ വേണമെങ്കിൽ ലോഗോ പോകണമെന്നുണ്ടായി. അതിൻ്റെ ലോഗോ പ്ലേസ് എംബഡഡ് കൊടുക്കാം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, ഇമേജസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും കാണിച്ചു തരാം. നിങ്ങൾ ഫയലിൽ പോയിട്ട് നിങ്ങൾ ലോഗോ ഏതാ ചെയ്യാം. സോളോഡ്ബോക്സ് ഈ ഒരു ലോഗോയ്ക്ക് എന്തെയോ കൊണ്ടുവരണം. അപ്പോൾ പുതിയ ലെയറിലേക്ക് എന്തായാലും ആ ഇമേജ് വരും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലേ, കുഴപ്പമില്ല. സോറി, ഐക്കൺ മാത്രമേ ഉള്ളൂ. നല്ലതല്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ആയതുകൊണ്ട് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ലോഗോ കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടേ, നമുക്ക് അടുത്ത റെഫറൻസിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹയറിംഗ്. നല്ല ഏതെങ്കിലും നോക്കിയിട്ട് അതിലെന്താണ് കൊടുത്തത് നോക്കാം. അല്ലെങ്കിൽ ChatGPT-യോട് ചോദിക്കാം എന്താ നമ്മുടെ ആവശ്യം നോക്കാം. ChatGPT തരും. ChatGPT എടുക്കുക, ലോഗിൻ ചെയ്തിട്ടില്ലേ ലോഗിൻ ചെയ്യുക. ഫസ്റ്റ് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, ലാപ്പ് ചെറുങ്ങനെ ലാഗ് പോകുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താണ് ആവശ്യം, ജനറേറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹയറിംഗ് എക്സിക്യൂട്ടീവ് ഹയറിംഗ് പോസ്റ്റർ കണ്ടന്റ്. One year experience. സോ ChatGPT-നോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹയറിംഗ് പോസ്റ്ററിന്റെ കണ്ടന്റ് ആണ്. സോ ChatGPT നമുക്ക് കണ്ടന്റ് തന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ്, ലൊക്കേഷൻ, എംപ്ലോയ്മെന്റ് ടൈപ്പ്, ഇതിലാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കാം. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, നേരെ ഇതിലേക്ക് പോവാം. ഇപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണ്ടേ, ഓരോ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. സോ ടെക്സ്റ്റ് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓരോ ലെയേഴ്സ് ആഡ് ചെയ്യണം. സോ ടെക്സ്റ്റ് വരിക, ടെക്സ്റ്റ് വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ChatGPT-ന്ന് എന്തൊക്കെ വേണോ അതെടുക്കുക. മാനേജ് ആൻഡ് ഒപ്റ്റിമൈസ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് മൊത്തത്തിൽ അങ്ങ് എടുക്കുക അല്ലേ. ആൻഡ് ഓൺ പ്രൂവൻ എക്സ്പീരിയൻസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ലൊക്കേഷൻ, ടൈപ്പ്, എംപ്ലോയ്മെന്റ്. ഓക്കെ, ഫുള്ള് എന്തിലാവുന്നുള്ള വൈറ്റ് കളറിലാവുന്നുള്ള. ആദ്യം നമുക്ക് അത് ചെയ്യണം, വൈറ്റ് എന്നുള്ളത്. സോ ബ്ലാക്ക്. പിന്നെ അതിന് ഫോണ്ടിന്റെ സൈസ് കുറയ്ക്കണം. അതേപോലെ തന്നെ പാരഗ്രാഫിൽ അത് നമുക്ക് എന്താണ് സെൻട്രൽ അലൈൻമെന്റ് മാറ്റണം. സൈസ് മാറ്റാൻ വേണ്ടി കൺട്രോൾ ടി, അല്ലെങ്കിൽ ഇവിടെയും മാറ്റാം. ഓക്കെ, കൺട്രോൾ ടി അടിക്കുക. അതിനുശേഷം എത്രയാണോ അഡ്ജസ്റ്റ് ചെയ്യുക. വൺ മോർ മൂവ്. എക്സ്പീരിയൻസ് റിക്വയർഡ് മിനിമം 1 year. ലൊക്കേഷൻ തൃശ്ശൂർ കൊടുക്കാം നമുക്ക്. തൃശ്ശൂർ.
എംപ്ലോയ്മെന്റ് ടൈപ്പ് ഫുൾ ടൈം കൊടുക്കാം. ഇനി എന്തെങ്കിലും കൊടുക്കണോ? തൽക്കാലം നമുക്ക് ഇത്ര കാര്യങ്ങൾ കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി എന്താ കൊടുക്കാം? ഇനി നമുക്ക് ഇവിടെ ഫോൺ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഈ ഇമേജ് ലോക്കാക്കാൻ വേണ്ടിയിട്ട് ആ ഇമേജ് മാത്രം ക്ലിക്ക് ചെയ്യാം. ഇതല്ല ഇമേജ്, എന്നിട്ട് ലോക്കാക്കുക. അതിനുശേഷം ഇത് രണ്ടും എനിക്ക് എന്ത് ചെയ്യണം? ഒന്ന് താഴേക്ക് ഇറക്കണം. ഓക്കെ. ഹയറിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, എക്സ്പീരിയൻസ് റിക്വയർഡ് മിനിമം 1 ഇയർ. ഓക്കെ. ലൊക്കേഷൻ തൃശ്ശൂർ, എംപ്ലോയ്മെന്റ് ടൈപ്പ് ഫുൾ ടൈം. ഓക്കെ. ഇനി ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എലമെന്റ്സോ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്രീ പിക്ക് പോവുക. അതിനുശേഷം എലമെന്റ്സിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് ഐക്കൺസ് വേണം, ഐക്കൺസ്. നമുക്ക് എന്തായാലും ഒരു കോൾഡ് ഐക്കൺ വേണ്ടി വരും അല്ലേ? കോൾ ഐക്കൺ കാണിച്ചു. സോ കോൾ ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐക്കൺസ് വരും. അതിന് ലൈസൻസ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള മാത്രം മതി. ഫ്രീ ആയിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഐക്കൺസ് എല്ലാം വേണ്ടേ? സോ ഇവിടെ മുകളിൽ ഐക്കൺസ് എന്നുള്ള ഐക്കൺസ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ ഐക്കൺ വേണ്ടത് ആ ഒരു ഐക്കൺ സെലക്ട് ചെയ്യാം. നമുക്കൊരു ഇതായിക്കോട്ടെ, ബ്ലൂ. ചെറിയ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്. ബ്ലാക്ക്. സോ ഐക്കൺ വന്നു. ഇനി എന്ത് ചെയ്യാം? SVG PNG ഉണ്ടാവും. നമുക്ക് PNG ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? HVG വേണമെങ്കിൽ SVG എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐക്കൺസ് ഒക്കെ ആണ് SVG ഫയലിൽ യൂസ് ചെയ്യുക. PNG ആകുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജ്. ഓക്കെ. ഫോണിന്റെ കൊടുത്തു. പിന്നെ ലൊക്കേഷന്റെ കൊടുക്കാം. ലൊക്കേഷന്റെ ഐക്കൺ വേണം. ബ്ലാക്കിൽ തന്നെ ആയതുകൊണ്ട് ബ്ലാക്ക് തന്നെ കിട്ടുമോ നോക്കാം. ഇത് വേണ്ട, ഈ ഒരു ബ്ലാക്കിന്റെ എടുക്കാം. ഡൗൺലോഡ് PNG. ഓക്കെ, അതും PNG ആയി. ഇനി എന്താ? ലൊക്കേഷൻ കൊടുത്തു. നെക്സ്റ്റ് എന്താ നമുക്ക് ആവശ്യം? വെബ്സൈറ്റിന്റെ ഐക്കൺ. അതിലും ബ്ലാക്ക് ആണ് വേണ്ടത്, കാരണം നമ്മളിപ്പോൾ ബ്ലാക്കല്ല കൊടുത്തത്. ഐക്കൺ. ഓക്കെ, ഈ ഒരെണ്ണം എടുക്കാം. ഡൗൺലോഡ് PNG. ഓക്കെ. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഇനി ഇതെന്ത് ചെയ്യണം? ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരണം. അതിന് നമുക്ക് പ്ലേസ് എംബഡ് എന്നുള്ള രീതിയിലും കൊടുക്കാം. അതായത് ഫയലിൽ വരിക, പ്ലേസ് എംബഡോ ലിങ്ക്ഡോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഓപ്പൺ എന്നുള്ളതിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഡൗൺലോഡ്സിനാണ് വന്നുള്ളത് ഈ 3 ഐക്കൺ. 3 വേണം. ഓരോന്നായി കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. പ്ലീസ് ജസ്റ്റ് ചെയ്യുക. ഓക്കെ. രണ്ടാമത്തത് നെക്സ്റ്റ് ഫയല് വീണ്ടും അതേപോലെ തന്നെ. ഇനി എന്താ? ഫോൺ. അതും വന്നു. ഇനി എന്ത് വേണം? വെബിൻ്റെയും കൂടി വേണ്ടേ? സോ ഫയൽ പ്ലേസ് എംബഡ്. ഓക്കെ. ഇതിൽ കളേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റിയിട്ട് അതിനനുസരിച്ചുള്ള ആവശ്യമുള്ളതൊക്കെ എടുക്കാം. ഓക്കെ. ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി ഇതിന് ടെക്സ്റ്റ് കൊടുക്കുക. ഫോൺ നമ്പർ. ഇത് എന്ത് ചെയ്യാം? ലോക്ക് ആക്കണ്ടേ? സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവും. ലോക്ക് ആക്കി വയ്ക്കാം. ഫസ്റ്റ് ഫോൺ നമ്പർ അല്ലെങ്കിൽ കോണ്ടാക്ട് അസ് എന്നുള്ള ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു എന്ത് വേണം? ബട്ടൺ വേണ്ടേ? അതിന് നമുക്ക് ഈ ഒരെണ്ണത്തിൽ തന്നെ ഞാൻ ഓൾറെഡി ഇവിടെ
ഈ ഒരു ബട്ടണിൻ്റെ സാധനം കൊടുത്തിട്ട് അതിൽ കളർ മാറ്റിയാൽ മതിയാവും. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു വൈറ്റ് കളറോ ബ്ലൂ കളറോ വൈറ്റ് കൊടുക്കാം. വൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് കളർ എന്ന് കൊടുക്കാം ടെക്സ്റ്റ്. സോ വൈറ്റ്. കൺട്രോൾ ടി അടിച്ചതിന് ശേഷം കൺട്രോൾ ടി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലിട്ട് എഡിറ്റും കാര്യങ്ങളും ഷേപ്പ് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. അതിനാണ് കൺട്രോൾ ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോണ്ടാക്ടസ്. ഇനി എന്ത് വേണം, നമുക്ക് ടെക്സ്റ്റ് വേണം. കോണ്ടാക്ട് വേണ്ട, കോണ്ടാക്ട് വരും. ഓക്കെ, അപ്പൊ അത് റെഡി ആയില്ലേ. ഇനി എന്ത് ചെയ്യാം, ഇത് ഓരോന്ന് ചെറുതാക്കണം. 3 കൂടി ഒരുമിച്ചെടുത്തിട്ട് ചെറുതാക്കണം, അത്രയും ബെറ്റർ ആയിരിക്കും. കൺട്രോൾ ടി. ഒരു വൈറ്റ് ബോർഡും കൂടി അതിൽ വരുന്നില്ലേ. ഓക്കെ, ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. റെക്റ്റാങ്കിൾ മാത്രം വരിക. ഓക്കെ, ഇനി ഒന്നും കൂടി ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 3 സെലക്ട് ചെറുതാക്കാം. ഓക്കെ, ഫൈൻ. ലൊക്കേഷനായി, വെബായി, ഫോണായി. അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഇതിന് ടെക്സ്റ്റ് കൊടുക്കണ്ടേ, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും പുതിയ ലെയർ, പ്ലസ് N1 into ഇതിൽ കളേഴ്സ് ഒക്കെ മാറ്റണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ മാറ്റുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഏതാ വൈറ്റ് കൊടുക്കുക. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യുക എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച്. ഫോൺ നമ്പർ ആയില്ലേ. ഇനി ഒരു ഫോൺ നമ്പറിൻ്റെ അതേ സൈസിൽ തന്നെ വെബ്സൈറ്റിൻ്റെ ഇത് വേണ്ടേ. അപ്പോൾ വീണ്ടും മൂവ് ബട്ടൺ അമർത്തുക, ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ-C കൺട്രോൾ-V. ഓക്കെ, അപ്പം അതിൻ്റെ മുകളിൽ തന്നെ വന്നിട്ടുണ്ടാവും. ഇതിവിടെ വന്നിട്ട് വൈറ്റ് ആയതുകൊണ്ട് കാണാത്ത. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ കൺട്രോൾ-C കൺട്രോൾ-V അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോപ്പി പേസ്റ്റ് ആവും. സോ www.bizol.com. അങ്ങനെ വെബ്സൈറ്റിൻ്റെ ഇത് കൊടുത്തു. ഇനി വീണ്ടും കൺട്രോൾ-C കൺട്രോൾ-V, കോപ്പി പേസ്റ്റ് ആയിട്ട് ഈ ഒരു സെൻറ്ററിലായിരിക്കും വരിക. നിങ്ങൾ കാണണം, വൈറ്റ് കളർ ആയതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ലൊക്കേഷൻ കൊച്ചി, കേരള. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വന്നില്ലേ. ഇനി അത് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. 6 കൺട്രോൾ-T ചെറുതാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു 3 മാത്രം ചെറുതാക്കാം. ഓക്കെ, ഡൺ. അപ്പോൾ ഏറെക്കുറെ ഒരു പോസ്റ്റർ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പോസ്റ്റർ ആയില്ലേ. ഇനി ഇവിടെ എന്തെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പോസ്റ്റർ വേറെ എന്തെങ്കിലും എലമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, അതല്ലാണ്ട് ഇതിൽ തന്നെ ഇനിയും കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് റെഫറൻസ് എടുത്തതിൽ പോസ്റ്ററിൽ എന്തൊക്കെയാ അപ്ലൈ എന്നുള്ള കൊടുത്ത വന്നിട്ടുണ്ട്. അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജ് കൊടുക്കണം വിചാരിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യുക,
ഫ്രീ പിക്കിൽ പോവുക, ബിസിനസ് എന്നുള്ളത് സെർച്ച് ചെയ്യാം. അപ്പോൾ ബിസിനസ് രജിസ്റ്റർ ഇമേജസ് വേണം, നമ്മൾ ഐക്കണാണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് എടുത്തതിന് ശേഷം ഇത് കുഴപ്പമില്ല, അല്ല വലിയ രീതിയിൽ കുഴപ്പമില്ല. സോ അത് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ഡൗൺലോഡിങ് വന്നു, ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഇമേജ്, ഇപ്പോൾ വന്ന ഇമേജ് നേരെ ഫോട്ടോഷോപ്പിൽ പോവുക. എന്നിട്ട് ഏറ്റവും താഴെ, ഇതിൻ്റെ ഏറ്റവും താഴെ ഈ ഹയറിങ് ഇതൊക്കെ എന്ത് ചെയ്യാം, ലോക്ക് മാറ്റുക. എന്നിട്ടാണ് ഫയലിൽ വരിക, പ്ലേസ് എംബഡഡ് കൊടുത്തതിന് ശേഷം ആ ഒരു ഇമേജിലെ അത് പ്ലേസ് ചെയ്യുക. ചെറിയ ലോഡിംഗ് ആണ്. ഒരു ഇമേജ് വന്നില്ലേ. ഇനി ആ ഇമേജിന് ആവശ്യമുള്ളൊരു വലിപ്പമൊക്കെ കൂട്ടി കഴിഞ്ഞതിന് ശേഷം ഇതെന്ത് ചെയ്യണം, ഇതിപ്പോൾ ഇവിടെയാണുള്ളത്, ഇത് നേരെ എടുത്തിട്ട് ഇതിൻ്റെ ഒക്കെ അടിയിലേക്ക് എത്തിക്കണം. ലോഡിംഗ് ആണ്. സോ ഏറ്റവും താഴെ, അതായത് ആ ഷേപ്പിന്റെ മുകളിൽ ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒപ്പാസിറ്റി കുറയ്ക്കണം. മനസ്സിലായില്ലേ. അപ്പൊ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇമേജസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അതേപോലെ ഇനി അതിനൊരു ഷെയ്ഡ് കൊടുക്കണം എന്ന് വിചാരിക്കുക, ഒരു ബ്ലാക്ക് ഒരു തീം കൊടുക്കണമെങ്കിൽ നേരെ റെക്ടാങ്കിൾ എടുക്കുക, അതിന്റെ തൊട്ട് മുകളിൽ വരയ്ക്കുക. റെക്ടാങ്കുലർ ടൂൾ എടുത്തിന്, റെക്ടാങ്കുലർ ടൂളൊക്കെ എന്തിനു യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ. ഇതേപോലെ നമുക്ക് റെക്ടാങ്കുലർ ഷേപ്പ് യൂസ് ചെയ്യുന്ന, ഷേപ്പ് വരയ്ക്കാൻ. ഇനി ഓക്കെ, പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളറിൽ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്ര റീഡബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഇതിൽ മാത്രം തീരുന്നില്ല, ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. അതായത് എലിപ്സ് ടൂളിൽ തന്നെ, എലിപ്സ് ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു വൃത്തം ഉണ്ടാക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് എലിപ്സ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറയാനുണ്ട്. സോ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിന്റെ കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ പറയാം. ഇനി ജസ്റ്റ് ഇതിനൊക്കെ എഫക്റ്റ് കൊടുക്കാനും കൂടി നമുക്ക് പറയാനുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുക, ഹയറിങ്ങിന്റെ എന്താണെങ്കിലും കേട്ടോ. ഇപ്പൊ ഈ ഇമേജ് ആണെങ്കിൽ ഇമേജ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇവിടെ എഫക്റ്റിന്റെ ഇതില്ല, അതിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഡ്രോപ്പ് ഷാഡോ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക, ഒരു ഷാഡോ കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യം ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഓൾറെഡി ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തുകൊണ്ടാണ് ഇത് വന്നത്. തെറ്റടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരുന്ന ഇമേജിന് ഈ ഒരു രീതിയിൽ ഒപ്പാസിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഡിസ്റ്റൻസ് 90% നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനനുസരിച്ച് എന്താവും, നമ്മളുടെ ഷാഡോയും അതേപോലെ മാറും. ഇതിന് സൈസിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ ഇപ്പൊ ഡ്രോപ്പ് ഷാഡോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. സോ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ടെക്സ്റ്റ് മാത്രം ഇതിൽ ഒരു കുഴപ്പമുള്ള പോലെ എനിക്ക് തോന്നിയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് റെക്ടാങ്കിൾ അതൊന്ന് ലോക്ക് ചെയ്തിടുക. ഓക്കെ, എന്നിട്ട് മൂവ് ടൂൾ എടുക്കുക, റെക്ടാങ്കിൾ ലോക്ക് ചെയ്തു. ഇനി ഓക്കെ, ഇമേജും ലോക്ക് ചെയ്യാണ്ട് ഇമേജ് ലോക്ക് ആക്കുക. ഈ ഒരു ഫോൺസ് എനിക്ക് തോന്നുന്നു വൈറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. ഒരു പ്രശ്നം കൂടി ഉണ്ട്, ഇതും കൂടി ലോക്ക് ആക്കാണ്ട് നോക്കാം. വൈറ്റിലേക്ക് കൊടുത്തു നോക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്ലൂവോ ലൈറ്റ് ബ്ലൂ ഒക്കെ നമുക്ക് കൊടുക്കാം. ക്ലിക്ക്.
വൈറ്റ് തന്നെയാണ് ബെറ്റർ. ഐ തിങ്ക് വൈറ്റ് ആയിരിക്കും ബെറ്റർ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഈ ഒരു റെക്റ്റാങ്കിളിന്റെ എന്ത് ചെയ്യാം, കളർ ഒന്ന് ഒപ്പാസിറ്റി കൂട്ടി കൊടുക്കാം. അപ്പൊ ആ ഒരു വൃത്തിക്ക് വന്നോളും. വലിയ കുഴപ്പമില്ല അല്ലേ? ഓക്കെ. ഇനി ഈ ഹയറിങ്ങിന്റെ കളർ ഒന്ന് മാറ്റാം. കാരണം കുറച്ച് ലൈറ്റ് ആക്കാനുള്ളത്. ഇങ്ങനെ നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ, എന്നാലേ അതിന്റെ ഒരു വൃത്തി കിട്ടുള്ളൂ. പോരാ പോരാ ക്ലിയർ ബ്ലൂ എടുക്കാൻ നോക്കാം. ഒരു കാര്യം ചെയ്യ്, ഇതിനൊരു ബ്ലാക്ക് ഷാഡോ കൊടുക്കാം. ഡ്രോപ്പ് ഷാഡോ കൊടുക്കുമ്പോൾ ഒരു വൈറ്റിലേക്ക് ഇട്ടോ. ഓക്കെ. യാ, അപ്പൊ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായില്ലേ? ഇനി റിസോൾവറിന്റെ ആ ലോഗോ, വേറെ ലോഗോ ഉണ്ട്, നമുക്ക് ആ ലോഗോ കൊണ്ടുവരാം. അത് ഡിലീറ്റ് ചെയ്തു. ഇനി വീണ്ടും ഫയലിലേക്ക് പോവുക. പ്ലേസ് എംബർ കൊടുത്തതിന് ശേഷം എൻ്റെ ഫയലിൽ എവിടെയാണോ അവിടെ റിസോൾവർ.com റിസോൾവർ.ഡോക്കിൽ ഏതാ ലോഗോ വേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ലോഗോ ഏതാണോ അതിനനുസരിച്ച്. ഓക്കെ, ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. ലോഗോ കൊണ്ടുവരിക, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഫൈൻ. ഇതിന്റെ വൈറ്റ് ഉണ്ടായിരുന്നു, വൈറ്റ് ആണെങ്കിൽ വൈറ്റ് കൊണ്ടുവന്ന് വെക്കുക. നിങ്ങൾക്ക് വൈറ്റ് ആയിരിക്കും. കളർ നോക്കണം. കളറിൽ നമ്മൾ കളർ ഏത് തീമാണോ അതിനനുസരിച്ച് കൊടുക്കണം. ഇതിപ്പോ ബ്ലാക്കിലായതുകൊണ്ട് ബ്ലാക്ക് ഷാഡോ ഇതിലേക്ക് വന്ന സമയത്ത് നമ്മൾ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ല, അതിൽ വൈറ്റ് കൊടുക്കണം, എന്നാലേ എടുത്ത് ഹൈലൈറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു വേണം ഡിസൈൻസ് ചെയ്യാൻ. ഓക്കെ, വരുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ, ഉണ്ടല്ലേ? അപ്പൊ ആ രീതിയിൽ കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തു. ഫോട്ടോഷോപ്പിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി ഇതിൽ കുറെ 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 കാര്യങ്ങൾ ഫോട്ടോഷോപ്പിലും ഉണ്ട്. സോ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോയും അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത പോലെ ട്യൂട്ടോറിയലും നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് സേവ് ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ ഫയലിൽ പോയതിനു ശേഷം സേവ് ആസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണേൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ PSD ഫയൽ ആയി പറ്റും. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഫോട്ടോ ഹയറിങ് കൊടുക്കുക. ഹയറിങ് കൊടുത്തതിന് ശേഷം PSD ഫയൽ ആദ്യം PSD ഫയൽ എന്ന് തന്നെ സെലക്ട് ചെയ്യണം. ഇത് PDF ആക്കാനാണ് നമുക്ക് PDF ആയിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ PSD ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PSD ഫയലായിട്ട് അതവിടെ സേവ് ആയി കിടന്നോളൂ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ പോകും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യണം. JPG ഇമേജ് ആയിട്ട് ചെയ്യണം. PNG ആണെങ്കിൽ ക്വിക്ക് PNG എന്നുള്ളത് കൊടുക്കുക. JPG ആണെങ്കിൽ എക്സ്പോർട്ടിലേക്ക് വരണം, അല്ലാണ്ട് സേവ് എന്നുള്ളത് കൊടുക്കരുത്. എക്സ്പോർട്ടിലേക്ക് വന്നതിന് ശേഷം എക്സ്പോർട്ട് ആസ് കൊടുക്കുക. ദെൻ ചെറിയൊരു ലോഡിംഗ് ടൈം. എക്സ്പോർട്ട് ആസ് എന്ത് പറ്റി? അപ്പോൾ ഇവിടെ ഓൾറെഡി PNG എന്നുള്ളതുള്ള നമുക്ക് JPG ആക്കണം. JPG സെലക്ട് ചെയ്യുക, ക്വാളിറ്റി മാക്സിമം ഹൈ ക്വാളിറ്റി ഇടുക. ദെൻ എക്സ്പോർട്ട് കൊടുത്തതിന് എന്താവും, നമ്മൾക്ക് അത് സേവ് ആയി വരും. ഡൗൺലോഡിൽ പോയിക്കോട്ടെ, സെലക്ട് അവിടെ കിടന്നോട്ടെ. ഓക്കെ, ഇനി ഡൗൺലോഡ് പോകുന്ന സമയത്ത് അപ്പോൾ ഇത്രയും അത്യാവശ്യം വേണ്ട ടൂൾസ് ഒക്കെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോട്ടോഷോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം കൊണ്ട് തീരില്ല. അപ്പോൾ ഫ്രീ പിക്കും കാര്യങ്ങളൊക്കെ, നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ വേണമെങ്കിൽ ChatGPT യൂസ് ചെയ്യാം. ഇമേജസോ ഐക്കൺസോ കാര്യങ്ങളോ വേണമെങ്കിൽ ഫ്രീ പിക്കോ ഉള്ള ടൂൾസ് യൂസ് ചെയ്യാം. അങ്ങനെ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യില്ല. ഇനി സേവ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇമേജ് ഇതിൽ എഡിറ്റ് ചെയ്യാം. കുറേ കാര്യങ്ങൾ എന്തുണ്ട് ഇതിൽ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ ട്യൂട്ടോറിയൽസ് തരാം. നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്ത. എന്നാലും നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ അറിയിക്കുക.
സോ നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചോദിക്കും സേവ് ചെയ്യണമെന്ന്. സോ ഇനിയിപ്പോൾ ഇതിൽ ഒന്നും ചെയ്യാനില്ല. സോ ഞാൻ എന്ത് നോ കൊടുത്തു. ഫയലിൽ വന്നിട്ട് ഡൗൺലോഡ്സിൽ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഓൾറെഡി ഇമേജ് എന്തായിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഫോട്ടോഷോപ്പിന്റെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബൈ ഫ്രം ദിസ് ബി